ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു യാത്രയിലാണ്. വേറെ എവിടെയല്ല, നമ്മളെ നാട്ടിൽ തന്നെ അടുത്തായിട്ടുള്ളൊരു ബീച്ചിലേക്കാണ്. അപ്പോൾ ആ ബീച്ചിലേക്ക് എത്താൻ പോകുന്നുണ്ട്. ഇതാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ 2-3 ബൈക്കുകൾ ഇങ്ങനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും വിചാരിച്ചൊന്ന് ഇറക്കി നോക്കാമെന്ന് വണ്ടി. പിന്നെ ബീച്ചിൻ്റെ പേര് വരുന്നത് മീൻകുന്ന് ബീച്ച്. അതായത് ചാൽ ബീച്ചിൽ നിന്ന് 1-2 കിലോമീറ്റർ ഡിഫറെൻ്റ് ആയിട്ട് വരും. ഈ ബീച്ചിൻ്റെ വ്യൂ ഒന്ന് ചെറുതായി കാണിച്ചു തരാം, കണ്ട് ആസ്വദിച്ചോളൂ. എങ്ങനെയുണ്ട് ബീച്ച്? കൊള്ളാല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടപ്പം ഫാമിലി ആയിട്ട് വരുന്നതിനേക്കാളും അധികം ഇവിടെ ഫോട്ടോഷൂട്ട് നടത്താനാണ് ആൾക്കാർ അധികം ഉണ്ടായത്. വൈകുന്നേരം ആയതുകൊണ്ട് വെള്ളമൊക്കെ ബാക്കോട്ട് വലിഞ്ഞിക്കുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി മുമ്പിലോട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ശരിക്കും നമുക്ക് ഈ ബീച്ചിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും പറ്റി. നല്ലോണം ഇറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ സൺസെറ്റൊക്കെ ഇങ്ങനെ കാണാൻ നല്ലൊരു ഭംഗിയില്ലേ? വൈകുന്നേരം ഒന്നും കൂടി ഒരു 4:30 മണി 5 മണിയെല്ലാം ആകുമ്പോഴത്തേക്കും സൺസെറ്റും കൂടി ആകുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. മൊത്തത്തിൽ അധികം ആൾക്കൂട്ടമൊന്നും ഇല്ലാത്തത് കൊണ്ട് വിശാലമായ ബീച്ചും അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, നല്ലോണം ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. ഫുള്ളി നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും മക്കളുമായിട്ടൊക്കെ പോയാൽ. പിന്നെ നമ്മൾ പോയത് ഇന്നലെ എൻ്റെ മോൻ്റെ ഒരു ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു വീഡിയോ ഫോട്ടോഷൂട്ട് നമ്മളെ ചെറുതായിട്ട്, അതായത് പുറത്തുനിന്നല്ല, നമ്മൾ തന്നെ ചെയ്യാനും വേണ്ടിയിട്ട് നല്ലൊരു ബീച്ച് കണ്ടുപിടിച്ച് വന്നതാണ്. അപ്പോൾ വന്ന സ്ഥിതിക്ക് എൻജോയ് ചെയ്തു, ഫോട്ടോഷൂട്ട് നടത്തി, നല്ലോണം എൻജോയ് ചെയ്തു. മോൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. വെള്ളം ബീച്ചൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നല്ലോണം ഇഷ്ടപ്പെടും. പറയാൻ പറ്റാത്തത്രയും നല്ലൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ ഇതാ ബീച്ചിൽ നിന്ന് പുറത്തെത്തി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യണേ, മറക്കല്ലേ. പിന്നെ ഇവിടെ പോകുന്ന റോഡാണെങ്കിലും നല്ലൊരു വിശാലമായ നല്ലൊരു റോഡായിരുന്നു. കുണ്ടും കുഴികളൊന്നും ഇല്ലാത്ത നല്ലൊരു റോഡായതുകൊണ്ട് പോകാനും വരാനും തിരിച്ച് വരാനും നല്ലൊരു സുഖമായിരുന്നു. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയണമെന്നില്ല, മൊത്തത്തിൽ നല്ലൊരു വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മളിതാ വളപട്ടണം എത്താറായി. ഇവിടുന്ന് കുറച്ച് മുന്നോട്ടെത്തുമ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിൽ ഇതാ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്, വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഇതാ കാണുന്ന ചായക്കടയിൽ ചായ കുടിച്ചിട്ടൊക്കെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതായിരുന്നു. നമ്മളധികം ഇവിടെ കയറി ചായ കുടിക്കാറുണ്ട്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള കല്ലുമ്മക്കായ, ഭയങ്കര ടേസ്റ്റിയാണ് ഇവിടുത്തെ കല്ലുമ്മക്കായ തിന്നാനായിട്ട് ചൂടോടെ. പിന്നെ ഇത് കണ്ടോ, ഇത് എന്താ പൊരിച്ച പത്തിരി എന്നെന്തോ പറയുന്ന പേര്. അപ്പം ഞാനത് ആദ്യമായിട്ടാണ് കഴിച്ചപ്പോൾ തന്നെ എനിക്കിഷ്ടമായി, നല്ലൊരു ടേസ്റ്റി ആയിരുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും, ഷെയറും ലൈക്കും കമൻറ്റും. ബൈ.